ഇന്ന് നമ്മൾ പറഞ്ഞു പഠിക്കുകയാണ്. ഇന്ന് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് കുറച്ച് ദേഷ്യപ്പെടാനാണ് കേട്ടോ. നമുക്ക് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് ഇന്ന് പറഞ്ഞു പഠിക്കാം. നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്നും അല്ല കരുതിയത്. നമ്മൾ പറയില്ല, ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് നമ്മളിങ്ങനെ നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്നും അല്ല കരുതിയത്. എങ്ങനെ പറയണം? ഐ നെവർ തോട്ട് അബൌട്ട് യു ലൈക്ക് ദിസ്. നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്നും അല്ല കരുതിയത്. എങ്ങനെ പറയണം? ഐ നെവർ തോട്ട് അബൌട്ട് യു ലൈക്ക് ദിസ്. നിന്നെക്കുറിച്ച് ഇങ്ങനെയല്ല ഞാൻ കരുതിയത്. എങ്ങനെ പറയും? like this. എങ്ങനെയാണ്? I never thought about you like this. About you like this പഠിച്ചു. ഇനി പറയാണ്, കുറച്ചും കൂടെ മാന്യത നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നമ്മൾ പറയല്ലേ, കുറച്ചും കൂടെ മാന്യത നിന്നിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചു. I expected a little more respect from you. I expected a little more respect from you. നിന്നിൽ നിന്ന് കുറച്ചും കൂടെ റെസ്പെക്റ്റ് ഞാൻ പ്രതീക്ഷിച്ചു. I expected a little more respect from you. From you. അല്ലെ, നിന്നിൽ നിന്ന് കുറച്ചുകൂടെ മാന്യത ഞാൻ പ്രതീക്ഷിച്ചു. എങ്ങനെ പറയണം? I expected a respect from you. ഇനി നമ്മൾ പറയണത്, എത്ര ഞാൻ പറയുന്നു എന്നിട്ട് നീ എന്താ നന്നാവാത്തത്. നമ്മൾ പറയില്ലേ, എത്ര ഞാൻ പറയുന്നു എന്നിട്ട് നീ എന്താ നന്നാവാത്തത്. നിങ്ങൾ പറയും, how much I say, why aren't you getting better? How much I say, why aren't you getting better? എന്താണ് ബെറ്റർ ആവാത്തത്? why aren't you getting better? എന്താണ് നീ ബെറ്റർ ആവാത്തത്? how much I say, എത്ര വട്ടം ഞാൻ പറയുന്നു. why aren't you getting better? എത്ര വട്ടം ഞാൻ പറയുന്നു, നീ എന്താ ബെറ്റർ ആവാത്തത്, നീ എന്താ നന്നാവാത്തത്. എങ്ങനെ പറയണം? how much I say, why aren't you getting better? how much I say, why aren't you getting better? ഞാൻ എത്ര വട്ടം പറയുന്നു എന്നിട്ട് എന്താണ് നീ നന്നാവാത്തത്. സെയിം പറയൂ. how much I say, better. again, ബെറ്റർ. ഓക്കെ, വെരി ഗുഡ്. ഇനി എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകാത്തത് എന്താ? നമ്മൾ കൂടുതലും കുട്ടികളോടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവാത്തത് എന്താ? ഹൗ മച്ച് ഐ സേ, വാട്ട് യു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഹൗ മച്ച് ഐ സേ, വാട്ട് യു അണ്ടർസ്റ്റാൻഡ്. എങ്ങനെ പറയും? എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകാത്തത് എന്താ? ഹൗ മച്ച് ഐ സേ, വാട്ട് യു നോട്ട് അണ്ടർസ്റ്റാൻഡ്. how much I say, what you not understand. എങ്ങനെ പറയണം? how much I say, what you not understand. how much I say, എത്ര പറഞ്ഞാലും നിനക്ക് എന്താ മനസ്സിലാകാത്തത്? how much I say, what you understand. അപ്പൊ അത് മനസ്സിലായി. ഇനി തലവേദന ഉണ്ടാക്കാതെ നിനക്കൊന്ന് പോകാൻ പറ്റുമോ? നമ്മൾ ചോദിക്കുന്നൊരു കാര്യമാണ്, എനിക്ക് തലവേദന ഉണ്ടാക്കാതെ നിനക്കൊന്ന് പോകാൻ പറ്റുമോ? Can you live without making a headache? Can you live without making a headache? Can you live without making a headache? നിനക്കൊന്ന് പോകാമോ തലവേദന ഉണ്ടാക്കാതെ? Can you live without making a headache? Can you live? headache. ചെറിയൊരു ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് തന്നെ പഠിക്കുക. കുറച്ചും കൂടെ ബഹുമാനം, കുറച്ചും കൂടെ മാന്യത നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്ന് എങ്ങനെ പറയണം? I expected a little more respect from you. ഇനി അതേപോലെ, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകാത്തത് എന്താ? how much I say, what you not understand. how much I say, what you not understand. how much I say, what you not understand. എന്താണ് നിനക്ക് മനസ്സിലാകാത്തത്? ഇനി എന്താണ്? തലവേദന ഉണ്ടാക്കാൻ നിനക്കൊന്ന് പോകാമോ, പോയി തരാമോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? എങ്ങനെ ചോദിക്കണം? Can you live without making a headache? ഉണ്ടാക്കാൻ നിങ്ങൾക്കൊന്ന് മാറിപ്പോകാമോ എന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ്, നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞ് പഠിക്കണം കേട്ടോ. അപ്പൊ ഇന്നലെ എല്ലാവർക്കും പഠിക്കുന്ന ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇന്നലെ നമ്മുടെ കമന്റ് ബോക്സിൽ ഞാനൊരു കമന്റ് കണ്ടു, കുറെ വട്ടം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്നുള്ളൊരു പ്രശ്നം.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ പറയണ്ട, ഇങ്ങനെ സെന്റൻസ് മാത്രം പറഞ്ഞു പോയാൽ മതിയെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾ പിന്നീട് പറഞ്ഞു പഠിച്ചു കൊള്ളാം എന്നാണെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അതല്ല ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പറയണത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. അതല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ ക്ലാസ്സുകളെല്ലാം. നിങ്ങൾക്ക് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, സെന്റൻസുകൾ മാത്രം തരാം, നിങ്ങൾ തന്നെ ഇരുന്ന് പറഞ്ഞാൽ മതി. അതല്ല എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പറയുന്നുണ്ട്, അതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, എൻ്റെ വീഡിയോസ് ഒത്തിരി പേര് കാണുന്നുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ കാണുന്നവർ പലരും പകുതിയിലധികം പേരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ള ആ ഒരു ബട്ടണിൽ നിങ്ങളൊന്ന് അമർത്തിയാൽ മാത്രം മതി, സബ്സ്ക്രൈബ് ആകും. അപ്പൊ ഇവിടെ എൻ്റെ നമ്പർ കൂടുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവും. നിങ്ങളവിടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. എൻ്റെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് വലുതാവുന്ന കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം. അപ്പൊ എന്താണ്, അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരൊക്കെ ഒന്ന് ഒത്തിരി പേര് കണ്ടുപോണതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എനിക്കൊരു സന്തോഷം, അപ്പോൾ എൻ്റെ മനസ്സിനൊരു ഉല്ലാസം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ് ഇഷ്ടമെങ്കിൽ അത് അറിയിക്കുക. അതല്ല ഇങ്ങനെ പറയണ്ട, ഒരു സെന്റൻസ് മാത്രം ഞങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി തന്നാൽ മതി എന്നതാണ് എങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോയായി കാണുന്നത് വരെ എല്ലാവരോടും നന്ദി പറയുന്നു.